സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും. ഖുർആനിലെ എല്ലാ സൂറത്തുകൾക്കും അതിൻ്റെതായ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഓതുന്ന, എന്നാൽ അതൊരു പ്രത്യേക മാസത്തിൽ, അതായത് റമദാനിൽ മാത്രമേ ഓതാവൂ എന്ന ധാരണ പലർക്കും ഉണ്ട്. ഖുർആനിലെ 97 അധ്യായമായ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയായി ലൈലത്തുൽ ഖദറിനെ വിവരിച്ച സൂറത്തുൽ ഖദർ. തീർച്ചയായും നാം ഖുർആൻ ഇറക്കിയത് വിധിയുടെ രാത്രിയിൽ തന്നെ എന്ന് വിവരിക്കുന്ന സൂറത്താണിത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്ത് ഒന്ന് ഓതുന്നത് കേൾക്കാം. എല്ലാവരും തജ്വീദോടുകൂടി ഓതാൻ ശ്രദ്ധിക്കണേ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഓരോ പ്രത്യേക കാര്യങ്ങൾക്കും എങ്ങനെ എത്ര തവണ ഓതാം, അതുപോലെ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പറയുന്നത്. മനസ്സിൽ നിരാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർക്ക് എന്തോതിയാലും ചൊല്ലിയാലും ഒന്നും ശരിയാകുന്നില്ല എന്ന് തോന്നുന്നവർക്ക് നിബിധങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനക്കല്ലാതെ പടച്ചോന്റെ വിധിയെ മറ്റാർക്കും മാറ്റാൻ കഴിയില്ല എന്നത്. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കല്ലേ. ലൈഫിൽ എപ്പോഴും സങ്കടം മാത്രമല്ല, സന്തോഷവും ഉണ്ടാകും. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും അള്ളാഹുവിനോട് അൽഹംദുലില്ലാ, മാഷാ അല്ലാ എന്ന് പറഞ്ഞു നോക്കൂ. ജീവിതത്തിലും മനസ്സിലും പോസിറ്റിവിറ്റി നിറയും. ഇൻഷാ അല്ലാ ആദ്യത്തെ നേട്ടം പറയാം. മല പോലെയുള്ള ഏതാവശ്യവും മഞ്ഞ് പോലെ നേടിയെടുക്കാൻ പറ്റുന്ന സൂറത്താണിത്. എങ്ങനെയെന്നല്ലേ? ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാസ്പോർട്ട് വേഗം റെഡിയാവാൻ, ഇന്റർവ്യൂവിൽ പോകുന്നവർക്ക് ആ ഇന്റർവ്യൂ പാസ്സാകുവാൻ, അതുപോലെ നമ്മുടെ ഭരണാധികാരികളിൽ നിന്നോ നേതാക്കന്മാരിൽ നിന്നോ നമുക്ക് വേണ്ടുന്നത് യാതൊരു പ്രശ്നവും കൂടാതെ, തടസ്സം കൂടാതെ നേടിയെടുക്കാൻ, വില്ലേജ് ഓഫീസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ ശരിയായി കിട്ടാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് യാതൊരു തടസ്സം കൂടാതെ പാസ്പോർട്ട് ലഭിക്കുവാൻ, അതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വേഗം നമ്മുടെ കാര്യങ്ങൾ, സ്കോളർഷിപ്പ്, സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേഗം ശരിയായി കിട്ടാൻ, ബാങ്കിൽ പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവരോട് തടസ്സം കൂടാതെ ചെയ്തു തരുവാൻ വേണ്ടി, ജോലി സ്ഥലത്ത് സാലറി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്, സ്കൂളില് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റെക്കോർഡ് പോലുള്ളവയിൽ സൈൻ ലഭിക്കുന്നതിന്, പ്രൊമോഷൻ ലഭിക്കുവാൻ, ട്രാൻസ്ഫർ ലഭിക്കുവാൻ, ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഹലാലായ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ, ഏത് ദിവസമാണോ നമ്മൾ പോകുന്നത് ആ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് വുളൂ എടുക്കുക. ഏത് കാര്യത്തിന് പോകുമ്പോഴും വുളൂ എടുക്കുന്നത് ഹൈറാണ്. അതിനുശേഷം സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം 3 പ്രാവശ്യം ആയത്തുൽ കുർസിയും നമ്മൾ ഓതുക. ആയത്തുൽ കുർസി ഓതിയതിനു ശേഷം അതിന്റെ കൂടെ ഒറ്റ തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം എന്ന് ഓതിയിട്ട് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദുആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതും കൂടി ചൊല്ലി, പടച്ചോനെ ഞാൻ പോകുന്ന കാര്യം സലാമത്താക്കി തരണേ എന്ന ദുആവോടും കൂടി ഇറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ഹൈറാണെങ്കിൽ ആ കാര്യം ഒരു തടസ്സവും കൂടാതെ വേഗത്തിൽ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുന്നതാണ്. ആയത്തുൽ കുർസിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. വീട്ടിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക്, തികച്ചപ്പാടില്ലായ്മ, എപ്പോഴും ഒരു സംതൃപ്തി ഇല്ലായ്മ, പണത്തിനു വല്ലാത്ത ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും ആയത്തുൽ കുർസി പതിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി രണ്ടാമത്തെ നേട്ടം പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പനി അല്ലെങ്കിൽ പല്ലുവേദന, തലവേദന പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും പേരിൽ മറ്റുള്ളവരുടെ വായിലുള്ളത് കേൾക്കേണ്ടി വന്നാൽ, അങ്ങനെ എന്ത് പ്രശ്നവും ബുദ്ധിമുട്ട് വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, മക്കൾ തമ്മിൽ അടികൂടുമ്പോൾ, പടച്ചോനെ ഈ ഒരു അവസ്ഥ നീ മാറ്റിത്തരണം, നീ എനിക്ക് ഇങ്ങനൊരവസ്ഥ ഇനി ജീവിതത്തിൽ തരല്ലേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി നല്ല മനസ്സോടെ സൂറത്തുൽ ഖദർ ഓതുന്നത് പതിവാക്കിയാൽ നമുക്ക് ആ പ്രശ്നം പടച്ചോൻ മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. പിന്നീട് ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ നേട്ടം പറയാം.
വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിനു ശേഷം ഉമ്മമാരും സഹോദരിമാരും വെള്ളിയാഴ്ചയിലെ ളുഹർ നമസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ ഖദർ 25 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ 1000 തവണ ഹജ്ജ് ചെയ്ത കൂലി. അന്നേ ദിവസം ആരൊക്കെ ജുമാ നിസ്കരിച്ചോ അവരുടെ എല്ലാം കൂലി നമുക്ക് ലഭിക്കും. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതുപോലെ ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് ഈ സൂറത്ത് ഓതിക്കൊണ്ടായിരിക്കും നമ്മൾ മഹ്ശറയിലേക്ക് ചെല്ലുന്നത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഞാനും ഇതുപോലെ സൂറത്തുൽ ഖദർ ഓതാൻ പോവുകയാണ്. നിങ്ങളും ഓതി തുടങ്ങിക്കോളൂ. മാറ്റങ്ങൾ കമന്റിൽ അഭിപ്രായങ്ങളായി അറിയിക്കണേ. അപ്പോൾ പുതിയൊരറിവുമായി വീണ്ടും വരാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.